എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ 2 ടോപ്പിക്കാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക് നമ്പർ 4, 5, 4 പ്രിൻസിപ്പൽ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻസ്, 5 കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ 2 ടോപ്പിക്കിൻ്റെയും ഫോക്കസ് ഏരിയ നമുക്കിപ്പോൾ സ്ക്രീനിൽ ഓരോ ടോപ്പിക്കായിട്ട് എടുത്തു വരുമ്പോൾ കാണാൻ പറ്റും. അതൊന്ന് നോട്ടിലെടുത്ത് എഴുതുക. നമുക്കിപ്പം ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ആദ്യത്തെ 4ാമത്തെ ടോപ്പിക്കിൻ്റെ റിവിഷനിലേക്ക് പോകാം. ടോപ്പിക്ക് പ്രിൻസിപ്പൽ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻസ്. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് PMI എന്ന് പറയാം, പ്രിൻസിപ്പൽ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് ഏരിയ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഒന്ന് എഴുതിയെടുത്തോളുക. ഒരു പോയിന്റേ ഉള്ളൂ, ഒറ്റ പോയിന്റേ ഉള്ളൂ ഫോക്കസ് ഏരിയ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രോബ്ലം സെലക്ട് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്താൽ മതി. നമുക്ക് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ എളുപ്പമായിരിക്കും. ഇവിടെ ഞാൻ എക്സസൈസ് 4.1 പേജ് നമ്പർ 94 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ 1 ഇതാണ്. പ്രൂവ് ദാറ്റ് 1 + 3 + 3 raised to equal to by 2. ഇത് പ്രൂവ് ചെയ്യണം ബൈ യൂസിങ് പ്രിൻസിപ്പൽ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് PMI എന്ന് പറയുമ്പോൾ അവിടെ 3 സ്റ്റെപ്പാണ് ഉള്ളത്. സ്റ്റെപ്പ് 1 അത് നമുക്കറിയാം, തിയറി പഠിച്ചതാണ്. സ്റ്റെപ്പ് 1 പുട്ട് n = 1 എടുക്കണം. നമുക്കറിയാം PMI എന്ന് പറയുമ്പോൾ 3 സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് 1 n = 1 ശരിയാണ് തെളിയിക്കുക. അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ n = k ശരിയാണെന്ന് അസ്യൂം ചെയ്യുന്നു. 3ാമത്തെ സ്റ്റെപ്പിൽ n = k + 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെ 3 സ്റ്റെപ്പാണ് ഈ PMI വേണ്ടത്. അതിൽ ആദ്യത്തെ 2 സ്റ്റെപ്പ് നമുക്ക് വലിയ പ്രയാസമില്ലാതെ ചെയ്തു പോകാം. 3ാമത്തെ സ്റ്റെപ്പിലാണ് കൂടുതൽ കാൽക്കുലേഷൻസ് ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ 1ാമത്തെ സ്റ്റെപ്പ് 1 കുട്ടി n = 1 എന്ന് തെളിയിക്കണമെങ്കിൽ LHS ഒരു ടേമേ എടുക്കാവുള്ളൂ. LHSൽ 1. ഇനി RHS, ഇവിടെ RHS ഇതാണ്. ഇത് മൊത്തത്തിൽ LHS, ഇത് RHS. ആ LHS നിന്ന് കുട്ടി n = 1 എടുക്കും, ഒരു ടേം, ഫസ്റ്റ് ടേം. ഇനി RHSൽ n ന് 1 ഇടുക. അപ്പോൾ 3 raised to 1 that is equal to 1 ആവും. അപ്പോൾ LHS RHS ഈക്വൽ ആണ്. ഇനി സ്റ്റെപ്പ് 2 നമുക്കറിയാം n = k ശരിയാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ സ്റ്റെപ്പ് 2 പുട്ട് n = k. ദ സ്റ്റേറ്റ്മെന്റ് എന്തുവാ? ഇതിനെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ n ന് k ഇട്ട് കൊടുത്താൽ ഇത് എന്ത് വരും? സ്റ്റേറ്റ്മെന്റ് പ്ലസ് 3 raised to n ന് പകരം k = അപ്പുറത്തെ സൈഡും n ന് പകരം k. ഇങ്ങനെ 2 സ്റ്റെപ്പും നമുക്ക് സ്ട്രൈറ്റ് അവേ എഴുതാൻ പറ്റും. ഇത് എല്ലാ ക്വസ്റ്റിനും കോമൺ ആണ്. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് നമുക്ക് എഴുതി കഴിയുമ്പോൾ തന്നെ പകുതിയോളം മാർക്കായി. ഇനി 3ാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് തെളിയിക്കേണ്ടത്. എന്താണ്? n = k + 1 ശരിയാണ് തെളിയിക്കണം. അപ്പൊ സ്റ്റെപ്പ് 3 പുട്ട് n = k + 1. അപ്പോൾ LHS എടുക്കുക. 1 + 3 + 3² + 3 raised to n ന് പകരം k + 1. k + 1 ഓൾറെഡി ഒരു -1. ഇതാണ് LHS. അപ്പോൾ അടുത്ത നോക്കി 1 + 3 + 3². ഇതിന്റെ വാല്യൂ എന്ത് വരും? 3 raised to k ആയിരിക്കും. നമുക്കറിയാം 3² മുമ്പ് 3² കഴിഞ്ഞാൽ അടുത്ത് 3³ ആയിരിക്കും. 3³ മുമ്പ് 3². അപ്പൊ 3 raised to 4 മുമ്പ് 3³ ആയിരിക്കും. അപ്പൊ 3 raised to k മുമ്പ് എന്തുമായിരിക്കും? 1 കുറവായിരിക്കും. 3 raised to k - 1 ഈക്വൽ. ഇതാണ് സ്റ്റെപ്പ് 2ൽ പറയുന്നത്. ഇതിന് എന്ത് വില കൊടുക്കാം? 3 raised to k - 1. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് വില കൊടുക്കാം? ഈ വില ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വില? by 2. ഇതിന് പകരം സ്റ്റെപ്പ് 2 അപ്ലൈ ചെയ്യും. പ്ലസ് 3 raised to k.
ഇനി നമുക്ക് സിമ്പിളായിട്ട് LCM എടുത്താൽ 3 raised to k minus 1. ഇവിടെ LCM 2 into 3 raised to k. അപ്പോൾ ഒരു 3 raised to k, ഇവിടെ 2 3 raised to k. അപ്പോൾ 3 raised to k വെളിയിലെടുത്താൽ 1 plus 2 വരും, minus e1 by 2. ഈക്വൽ ഇതിന്റെ വില 3. അപ്പോൾ 3 into 3 raised to k ആകുമ്പോൾ 3 raised to k plus 1. ഇതാണ് സ്റ്റെപ്പ് 3യിൽ ഈ സ്റ്റേറ്റ്മെന്റിൽ എന്നിന് k plus 1 ഇട്ടപ്പം കിട്ടിയ LHS. ഇനി നമുക്ക് ഇതിന്റെ RHSൽ ഇതേപോലെ എന്നിന് എന്തിട്ട് കൊടുക്കണം? k plus 1 ഇട്ട് കൊടുക്കണം. അപ്പൊ RHS ഈക്വൽസ് എന്നിന് k plus 1. അപ്പം 3 raised to k plus 1 minus 1 by 2. ഈ രണ്ടും ഒന്നാണെന്ന് നോക്കി. അപ്പൊ therefore n equal to k plus 1ലും LHS equal to RHS. ഇത്രയേ ഉള്ളൂ 3 സ്റ്റെപ്പ്. അപ്പൊ അതിൽ നമുക്ക് എന്ത് എഴുതാം? therefore by PMI. What is PMI? ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു പ്രിൻസിപ്പൽ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻസ്. ദ സ്റ്റേറ്റ്മെന്റ്, ഇതിനാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഈസ് ട്രൂ. ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റിന് 5 മാർക്കാണ്, അല്ലെങ്കിൽ 6 മാർക്ക്. 6 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് വരുന്നത്. അപ്പം ഇത്രയും വെയിറ്റേജ് ഉള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്യാം. അതേപോലെ സെയിം എക്സസൈസിൽ തന്നെ എക്സസൈസ് 4.1 പേജ് നമ്പർ 94 ക്വസ്റ്റ്യൻ നമ്പർ 2. ഞാൻ ഇത് നോക്കുവാണ്. അപ്പൊ ഈ പ്രൂവ് ചെയ്യേണ്ട 3 സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് 1 cube 2 cube plus n cube equals n into n plus 1 by 2 the whole square. ഇത് യഥാർത്ഥത്തിൽ ഒരു ഫോമുലയാണ്. അപ്പൊ ഈ ഫോമുല നമുക്കൊന്ന് തെളിയിക്കണം. ഏത് മെത്തേഡ്? PMI മെത്തേഡ്, അതായത് പ്രിൻസിപ്പൽ ഓഫ് മാത്തമാറ്റിക്സ്. അപ്പൊ ഇതുപോലെ 3 സ്റ്റെപ്പ് വരും. നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് എടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് 1 put n equal to 1. n equal to 1 എടുത്ത LHS. നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് ടേം എടുക്കുക. ഫസ്റ്റ് ടേം ഇവിടെ 1 ക്യൂബിന്റെ വില 1. RHS n-ന് 1 ഇടുക. ദാറ്റ് ഈസ് 1 into 1 plus 1. നമുക്ക് n-ന് 1 ഇടുക. by 2 the whole square equal to എന്ത് വരും? 2 by 2 the whole square equal to 1. അപ്പൊ LHS equal to RHS. ഇനി അടുത്തത് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്തുവാ? ഇവിടെ അറിയാം n equal to k യിൽ അസ്യൂം ചെയ്യണം. അപ്പൊ അസ്യൂം n equal to k the statement true is true. അപ്പൊ ഇവിടെ എന്ത് എഴുതും? 1 cube 2 cube 3 cube പ്ലസ് n-ന് വരെ എന്ത് എഴുതാം? k cube equal റൈറ്റ് ഹാൻഡ് സൈഡ് n-ന് വരെ k by 2 the whole square. ഈ 2 സ്റ്റെപ്പ് നമുക്ക് എല്ലാ ക്വസ്റ്റനും, നേരത്തെ ഉള്ള ക്വസ്റ്റനും ഇപ്പോൾ ഈ ക്വസ്റ്റനും നേരിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയും ചെയ്തു വരുമ്പോൾ തന്നെ പകുതി കൂടുതൽ മാർക്കായി. ഇനി നമ്മൾ സ്റ്റെപ്പ് 3 ആണ് കാര്യങ്ങൾ കിടക്കുന്നത്. കൂട്ടി n equal to k plus 1. അപ്പോൾ n equal to k plus 1 എടുത്ത് തെളിയിക്കണം. അപ്പോൾ n-ന് k plus 1 ഇട്ടാൽ എന്ത് വരും? LHS 1 cube plus n-ന് പകരം k plus 1 the whole cube. അപ്പൊ നമുക്ക് നോക്കിക്കേ, 1 cube 2 cube മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഏറ്റവും അവസാനത്തെ ടേം k plus 1 cube ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള ടേം എന്തായിരിക്കും? 1 കുറവായിരിക്കും, k cube ആയിരിക്കും. 2-ന്റെ തൊട്ട് മുമ്പ് 1 cube. അപ്പൊ 2 cube കഴിഞ്ഞാൽ അത് 3 cube ആയിരിക്കും. 3 cube-ന്റെ തൊട്ട് മുമ്പ് 2 cube. അപ്പൊ നോക്കി, ഈ ഇത്രയും കാണുന്ന ഈ സ്റ്റെപ്പ് തന്നെയല്ലേ സ്റ്റെപ്പ് 2-ൽ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, അപ്പൊ ഇതിന്റെ വിലയാണ് ഇത്. അപ്പൊ ഇവിടെ എന്തിട്ട് കൊടുക്കാം? k into k plus 1 by 2 the whole square. ഇതിന് പകരം പ്ലസ് k plus 1 the whole cube. ഇനി നമുക്ക് ഈ സ്ക്വയർ ചെയ്താൽ k square
ബൈ 4 വരും. കാരണം ഹോൾ സ്ക്വയറിൽ പ്ലസ് കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. LCM 4 എടുത്താൽ കെ സ്ക്വയർ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഈ 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ഇൻറ്റു കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. അപ്പം ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പ് ഡിനോമിനേറ്റർ 4 ആണ്. ഇവിടെ ഒരു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ, ഇവിടെ കെ പ്ലസ് 1 ഹോൾ ക്യൂബ്. അപ്പം പൊതുവായിട്ട് നമുക്ക് എന്തെടുക്കാം? ഒരു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പൊതുവായിട്ട് എടുത്താൽ ഇവിടെ കെ പ്ലസ് 1 സ്ക്വയർ എടുത്തു പോവാം. ബാക്കി എന്ത് വരും? കെ സ്ക്വയർ ആയിരിക്കും. പ്ലസ് ഇവിടെ കെ പ്ലസ് 1 ഹോൾ സ്ക്വയറേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കെ പ്ലസ് 1 കൂടെ ഉണ്ട്. കാരണം കെ പ്ലസ് 1 ഹോൾ ക്യൂബാണ്. അപ്പോൾ 4 ഇൻറ്റു കെ പ്ലസ് 1 എന്ന് വരും അതിൻ്റെ മിച്ചം. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതാ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 4k പ്ലസ് 4 ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതെന്തുവാ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമുല അപ്ലൈ ചെയ്താൽ ഇത് എങ്ങനെ എഴുതാം? കെ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 കെ പ്ലസ് 2 എങ്ങനെ എഴുതാം? 1 പ്ലസ് 1 എന്ന് എഴുതാം. എല്ലാത്തിൻ്റെയും മുകളിൽ ഒരു സ്ക്വയർ ഉണ്ട്. ബൈ 4 അവിടെയും ബൈ 2 ഇട്ട് സ്ക്വയർ ആക്കാം. ഇതാണ് LHS. ഇനി ഇതിൻ്റെ RHS എങ്ങനെ എഴുതാം? സ്റ്റെപ്പ് 3യുടെ RHS ഈക്വൽ ടു ഇവിടെ എന്നിന് പകരം എന്തിടണോ? LHSൽ എന്നിന് പകരം കെ പ്ലസ് 1 ഇട്ടാണ് ഇത്രയും ചെയ്തത്. അതേപോലെ RHSൽ എന്നിന് പകരം കെ പ്ലസ് 1 ഇട്ടേ കെ പ്ലസ് 1. ഇവിടെയും എന്നിന് പകരം കെ പ്ലസ് 1 പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇപ്പൊ രണ്ടും ഒന്നാണെന്ന് നോക്കി. അപ്പം therefore by PMI the statement എന്തുവാ? is true. ആണ് 6 മാർക്കിന്റെ ഒരു PMI ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും പരിഗണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനലിലും അവർ കുറേ പ്രോബ്ലം ചെയ്ത് റിവൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലുപരി ഉള്ള പ്രോബ്ലമാണ് റിവൈസ് ചെയ്ത് അത് നിങ്ങൾക്കൊന്ന് ചെയ്യാം. ഇതിൻ്റെ കൂടെ കുറച്ച് അസൈൻമെൻറ്റും ഞാൻ ആ ടോപ്പിക്കിൽ നിന്ന് തരാം. അത് ഏറ്റവും അവസാനം തരാം. അതും കൂടെ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുവിധം നല്ല ഒരു കോൺഫിഡൻസ് ആകുകയും പരീക്ഷയ്ക്ക് പോകുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് കോംപ്ലക്സ് നമ്പർ. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോക്കസ് ഏരിയ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതും എടുത്തെഴുതുക. അതും ഒരു ഫോക്കസ് ഏരിയ ഉള്ളൂ. ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അതായത് കൂട്ടുക, കുറയ്ക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ആ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഫോക്കസ് ഏരിയ. കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സസൈസ് 5.1 പേജ് നമ്പർ 103 കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് റിവൈസ് ചെയ്യാം. അത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സസൈസ് എന്നാണ്. 5i അപ്പം ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് കോംപ്ലക്സ് നമ്പർ എന്നൊന്ന് ചെറുതായിട്ട് പറഞ്ഞു പോവാം. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ A+IB ഫോമിലുള്ള നമ്പറാണ് കോംപ്ലക്സ് നമ്പർ. ഇത് റിയൽ പാർട്ട്, ബി ഇമാജിനറി പാർട്ട്, 2 പാർട്ട്. ഇനി ഐയുടെ വില അറിയാം, √-1. ഇതാണ് കോംപ്ലക്സ് നമ്പറെ കുറിച്ച് നമുക്ക് ചുരുക്കി പറയാനായിട്ട്. അപ്പോൾ ഇവിടെ ഇത് ഒരു കോംപ്ലക്സ് ഫോമിലുള്ള നമ്പറാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 5 വെട്ടിപ്പോവും. i × i സ്ക്വയർ -3 എന്ന് വരും. ഐഡിയസിക്കോട്ട് ഐയുടെ വില √-1 ആകുമ്പോൾ i സ്ക്വയറിൻ്റെ വില -1 ആയിരിക്കും. അതുപോലെ തന്നെ i³ വില i സ്ക്വയർ × i ആയിരിക്കും. ദാറ്റ് ഈസ് ഇതിൻ്റെ വില -1 ആകുമ്പോൾ -i ആയിരിക്കും. i⁴ വില i സ്ക്വയർ × i സ്ക്വയർ ആയിരിക്കും. i സ്ക്വയറിൻ്റെ വില -1 × -1 = 1. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. i⁴ വില. അതുപോലെ തന്നെ i⁸ വിലയും 1 ആയിരിക്കും. i⁻12 വിലയും 1 ആയിരിക്കും. അപ്പോൾ ഐയുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഐയുടെ പവറിൽ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതിൻ്റെ എല്ലാത്തിൻ്റെ വില 1 ആയിരിക്കും. അത് ഓർത്ത് വെച്ചോളുക. ഇതൊക്കെ നമ്മൾ ആ തിയറിയിൽ പഠിച്ച കാര്യങ്ങൾ. ഇതാണ് ഐനെ കുറിച്ച് പറയാൻ.
ഐ എന്ന് പറയുന്നത് ഇമാജിനറി എന്ന് പറയുന്ന ആ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം. കാരണം √-1 ഒരു ഇമാജിനറി നമ്പറായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിന്റെ വില I² വില -1 × -3 = 3. അതാണ് ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വില. അത് എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 2, (1/5 + I 2/5 - 4 + I 5/8). ഇതൊരു കോംപ്ലക്സ് നമ്പർ, ഇതൊരു കോംപ്ലക്സ് നമ്പർ. ഇതിനെ മൈനസ് ചെയ്യാനാണ് പറയുന്നത്. ഇതിന്റെ റിയൽ പാർട്ട് 1/5, ഇതിന്റെ ഇമാജിനറി പാർട്ട് 2/5, അതുപോലെ റിയൽ ഇമാജിനറി പാർട്ട്. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കുക? വളരെ സിമ്പിൾ. 1/5 + I മൈനസ് ആകത്തുകൊണ്ട് വയ്ക്കുക -I. അപ്പോൾ കോംപ്ലക്സ് നമ്പർ ഇമാജിനറി പാർട്ട് പ്രത്യേകം ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും, അത് തമ്മിലാണ് അതിൻ്റെ റിലേഷൻസ്, സബ്ട്രാക്ഷനും അഡീഷനും. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യാം. 1/5 കൊണ്ട് -4. ഇനി ഇമാജിനറി പാർട്ട് എല്ലാം കൂടെ ഒരു സൈഡ് കൊണ്ടുവെക്കും. അപ്പോൾ ഇത് LCM എടുത്താൽ 5 ഇവിടെ പ്ലസ് ഇതിന് I കോമൺ ആയിട്ട് എടുത്താൽ 2/5 - 5/8. ദാറ്റ് ഈസ് ഇതൊന്ന് കുറച്ചാൽ മൈനസ് പ്ലസ് I. ഇത് എന്തൊരു 10. അപ്പോൾ ഇവിടെ 4 - that is equal to പ്ലസ് ഇത് കുറച്ച് 5 വരും -21/10 × I. ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പർ. ഇനി ഒരു കോംപ്ലക്സ് നമ്പർ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് മൈനസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആഡ് ചെയ്യുന്നത് ഇത് തന്നെ. ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ പ്ലസ് ആയിരിക്കും, അങ്ങനെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത്തരം, കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ദാറ്റ് മീൻസ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻസിന്റെ ഫോമിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അതൊരു എക്സാമ്പിളാണ്. ഒരു 5 + √2I ആണ് ക്വസ്റ്റ്യൻ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് പറയുന്നത്. അതായത് മുകളിൽ ഒരു കോംപ്ലക്സ് നമ്പർ, ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനത്തെ റാഷണൽ ഫോം, ഇതൊരു റാഷണൽ ഫോമാണ്, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. അപ്പോൾ ഇങ്ങനത്തെ ഫോമിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിൽ താഴെ. കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് ആയിരിക്കും, പ്ലസ് ആണെങ്കിൽ മൈനസ്. അപ്പോൾ ഇതിന്റെ കോൺജുഗേറ്റ് എന്തുവാ? 1+, അതേ നമ്പർ കൊണ്ട് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത വില മാറത്തില്ല. ഇതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ്റെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് മുകളിലും താഴെ മൾട്ടിപ്ലൈ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇതാ മൾട്ടിപ്ലൈ ചെയ്ത് 5+ ഇനി √2I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് √2 × √2 2 ആയിരിക്കും. I × I². ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവാ? A + B × A - B. നമുക്കറിയാം A + B × A - B എന്തുവാ? A + B × A - B ഫോമുല എന്തുവാ? A² - B². അപ്പോൾ A², 1² - B. B എന്തുവാ? അതിനെ സ്ക്വയർ ചെയ്ത് എന്തുവാ? 2I². That is equal to 5 + 5√2I 2√2I രണ്ടേയും കൂട്ടി എന്തുവരും? 6√2I എന്ന് എഴുതാം. I² വില നമ്മൾ ആൾറെഡി പറഞ്ഞായിരുന്നു, വില -1. അപ്പോൾ ഇതിന്റെ വില എന്തുവരും? -2. ഇവിടെ 2, I² വില -1. അപ്പോൾ 2 × -1 by ഇത് A + A² - B². B ഇത് സ്ക്വയർ ചെയ്തപ്പോഴാണ് 2, പിന്നെ അതിൻ്റെ സ്ക്വയർ. I² വില മൈനസ് വരും.
ഓൾറെഡി ഇവിടെ -2, അപ്പം +2 ആവും. അപ്പോൾ 2 + 2 സോറി 1 + 2 3 ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 2 എന്ത് വരും? +6√2/3. മുകളിൽ 3 എടുത്ത് ഈ 3 ആയിട്ട് വെട്ടിപ്പോയാൽ 1 + അതിൻ്റെ സിമ്പിൾ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുവാ, റാഷണൽ ഫോമിൽ വരുന്ന ഒരു കോംപ്ലക്സ് നമ്പർ, അതിൻ്റെ കോഞ്ചിക്കേറ്റ് കൊണ്ട്, ഇതിൻ്റെ കോഞ്ചിക്കേറ്റ് ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചിക്കേറ്റ് ആണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ് കൊണ്ട് 2 കോഞ്ചിക്കേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. ഇതാണ് ആ ഓൾജിബ്രയുടെ ഭാഗമായിട്ട് വന്ന, ആ ഫോക്കസ് ഏരിയയുടെ ഭാഗമായിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് എക്സസൈസിൽ തന്നെ തിരിച്ചു പോകുന്നു. എക്സസൈസ് 5.1 ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. എക്സസൈസ് 5.1 ഒരു ക്വസ്റ്റ്യൻ, i⁻⁹ + i⁻90. ഇതൊക്കെ നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനുകൾ വളരെ സിമ്പിളായിട്ട് ചെയ്യും. i⁻9 എത്രയെന്ന് ആദ്യം കണ്ടുപിടിക്കാം. അതേപോലെ i⁻19 എത്രയെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ രണ്ടുപേരെയും കൂട്ടിയാണ്. i⁻9 എങ്ങനെ എഴുതാം? i⁻4 × i⁻4. 4 + 4 ആകുമ്പോൾ 8 ആവും. ബാക്കി ഒരു i ഉള്ളൂ. പവർ തമ്മിൽ ആഡ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പം പവർ തമ്മിൽ ആഡ് ചെയ്യുക. കാരണം ബേസ് 2 i ആണ്. i⁻4ന്റെ വില നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. i² - 1 ആകുന്നതുകൊണ്ട് i⁻4ന്റെ വില 1 ആണ്. i⁻8, i⁻12, i⁻16, അതായത് ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ വരികയാണെങ്കിൽ അതിൻ്റെ വിലയെല്ലാം 1 ആകും. അപ്പോൾ ഇതിൻ്റെ വില 1 × 1 × i ഈക്വൽ എന്തുവാ? i. i⁻9ന്റെ വില. ഇനി i⁻19ന്റെ വില, 19 അതുപോലെ എഴുതാം. 4 × i⁻4. ഇപ്പോൾ എത്രയായി? 8, 12, 16 ഇനി ബാക്കി 3 ഉള്ളൂ, ഈ i³. അപ്പോൾ ഇതിൻ്റെ വില എല്ലാം 1 ആവും. 1 × 1 × 1 × 1 × i³ വില എന്തോ? -i. ദാറ്റ് ഈസ് ഈക്വൽ എന്തുവാ? -i. അപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്ത വില i⁻9ന്റെ വില i + i⁻19ന്റെ വില -i. കൂട്ടിയ 0. അപ്പോൾ ഇത് ഇങ്ങനെ i⁻9ന്റെ വില ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഉദാഹരണത്തിന് i⁻100 എന്നൊക്കെ തരികയാണെങ്കിൽ, 100 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിളാണ്. അറിയാമല്ലോ, 4ന്റെ മൾട്ടിപ്പിളാണ് 100. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വില 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നേരിട്ട് എഴുതാം. അല്ലാതെ 100 i⁻4 100 പ്രാവശ്യം, അല്ലെങ്കിൽ ആ 100 പവർ വരുന്ന രീതിയിൽ എഴുതേണ്ട കാര്യമില്ല. ഇതൊക്കെ നേരിട്ട് എഴുതാം. 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക. അപ്പോൾ ഉദാഹരണത്തിന് പറയാം, i⁻99 എത്രയാണെന്ന് ചോദിച്ചാൽ 99നകത്ത് 4ന്റെ മൾട്ടിപ്പിൾ എത്രയാണെന്ന് നോക്കുക. എത്രയായിരിക്കും? 99 i⁻96 വരും × i⁻3. കാരണം 96 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ വില 1 ആയിപ്പോവും. i³ വില -i ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. 4ന്റെ മൾട്ടിപ്പിൾ ആകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ടോപ്പിക്ക്, അതായത് പ്രിൻസിപ്പൽ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻസും കോംപ്ലക്സ് നമ്പേഴ്സ് 2 ഏരിയയിലുള്ള ഓരോ ഫോക്കസ് ഏരിയകൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ വൃത്തിയായിട്ട് അതിൽപ്പെടുന്ന പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമ്മുടെ പരീക്ഷ ഇനി ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ. അപ്പോൾ അതിനു മുമ്പായിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഈ ക്ലാസ്സിൻ്റെ അവസാനം നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട അസൈൻമെൻറ്റ്, അതൊന്ന് ഞാൻ സെലക്ട് ചെയ്ത് ആ ഫോക്കസ് ഏരിയയിലുള്ള പ്രോബ്ലം, പ്രീവിയസ് ഇയേഴ്സ് പ്രോബ്ലം കണ്ടുകൊണ്ട് സെലക്ട് ചെയ്ത് ഞാൻ തരുന്നുണ്ട്. ആ പ്രോബ്ലം നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് നേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ അറിയിക്കുകയാണെങ്കിൽ എഗെയിൻ നമുക്ക് ഒരു ക്ലാസ് അതിൻ്റെ റിവൈസ് ചെയ്യുക. ഏത് പ്രോബ്ലമാണോ ബുദ്ധിമുട്ട്, ആ പ്രോബ്ലം ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം.